ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു സ്പെഷ്യൽ പച്ചടി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ഓറഞ്ച് കൊണ്ട് ഒരു പച്ചടി തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഓറഞ്ച് തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് എമൗണ്ട് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ്സൊക്കെ മതിയാവും, കാരണം ഓറഞ്ചിൽ തന്നെ നീര് പിന്നെ ഇറങ്ങി വരും അതിലേക്ക്. ഇനി നമുക്കിതിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർക്കുന്നുണ്ട്. കടുകിൻ്റെ എമൗണ്ട് കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഓറഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഓറഞ്ചിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നാളികേരമൊക്കെ അതിൽ നന്നായി കിടന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കട്ടത്തൈരാണ്, 1 കപ്പ് കട്ടത്തൈര് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അധിക നേരം അത് തിളപ്പിക്കാൻ പാടില്ല. ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുക. അത് മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്താലും കുറച്ച് ചൂടുണ്ടായിരിക്കും. ആ ചൂടിൽ അത് കിടന്ന് അതിൽ മിക്സ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ ഓറഞ്ച് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. നമ്മൾ പലതരത്തിലുള്ള പച്ചടി കഴിച്ചിട്ടുണ്ടായിരിക്കും. വെള്ളരിക്ക കൊണ്ട് പച്ചടി കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടിയൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ ഒരു ഓറഞ്ച് പച്ചടി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്നുകൂടി പ്രസ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.